എടാ എമ്പുരാന് പോലും നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്നറില്ല, ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്നറില്ല. ഈ എമ്പുരാന് പോലും ഇത്ര വെയിറ്റ് ചെയ്ത് നിന്നറില്ല. ഇതെന്തൊരു വെയിറ്റിംഗ് ആണ്, ഈ സാധനം ഇറങ്ങുമോന്ന് ചോദിക്കണം. ടഫായിട്ട് തോന്നി എന്താന്ന് വെച്ചാൽ മനസ്സിലായ ഈ ഡയലോഗ് അറിയില്ല, പണ്ടാറടക്കാൻ ഷിയാബുക്കാടെ ഈ ഇതെടുക്കണ സമയത്ത് വിഷുവിന്റെ തലേദിവസമാണ് ഞാൻ വീട്ടിൽ പോയത് 4 മണിക്കാണ്. ബിലാൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു അരമണിക്കൂറത്തെ പ്രോഗ്രാം, ഒരു അരമണിക്കൂർ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അരമണിക്കൂർ എന്ന് പറഞ്ഞ അവൻ എന്നെ വിളിച്ചിട്ട് 3 ദിവസം കൊണ്ട് അവൻ ഉദ്ദേശിച്ച സാധനം എടുക്കണവരെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാ സത്യം. ഇല്ല, ഇതിലിപ്പോൾ വേറൊരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസ്ലമിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ അസ്ലമിനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഷിഹാബ് ഖാനെ ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ ഞാൻ എന്നെ ആരങ്ങനെ കാണിക്കാറില്ല. പോലീസ് ഒന്നും ചോദിച്ചു എന്താണ് ഇവിടെ പരിപാടി, വല്ല പെണ്ണുങ്ങൾ എന്തെങ്കിലും ഉണ്ടോടാ അതൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥ. ഇല്ല സാറേ, നമ്മളൊരു ലഹരീനെ കുറിച്ചിട്ട് നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലടാ. ഒരു പാക്കറ്റ് സിഗരറ്റ് എങ്ങടെ പോയൊന്നും കൂടി ഒരു പിടുത്തൂല. വലിക്കും വലിയില്ല, ഞാൻ വലി നിർത്തിയത്, വലിച്ചോണ്ടിരുന്നായിരുന്നു, ഞാൻ നിർത്തിയതാണ്. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ അത് ഇടയ്ക്ക് ട്രോളിയും വലിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരാജ് എന്നാണ്. ഞാൻ അതിൽ എഡ്ഡി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. എല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ള, ഈക്വലായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തേക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇതിൽ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്കും അസുവിന് മാത്രമാണ്. കാര്യം ഏകദേശം ഒരു 2-3 ആഴ്ചത്തോളം ആ വലിയൊരു കാടിൻ്റെ ഉള്ളിൽ ഇടിയും പരിപാടിയും സ്റ്റണ്ടും ചേസിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഹാർഡ് വർക്ക്, നല്ല ഇടിയാക്കടും നല്ല ഇടിയും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ചെയ്ത് നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും നമ്മൾ ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ കൂടുതലും കഥ ഇതിൻ്റെ ഈ സംഭവം ഈ പോട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു റീലെടുക്കുക എന്നുള്ള ഒരു പരിപാടിയിലായിരുന്നു ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിലിപ്പോൾ അസു ഞാനും കൂടെ ഒരു സ്റ്റണ്ട് സംഭവം മാത്രം ചെയ്യാന്നുള്ള പരിപാടിയിലായിരുന്നു. പിന്നെ അത് ഡെവലപ്പായി നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു സബ്ജക്റ്റായിട്ട് വന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അത് സബ്ജക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇതിലേക്ക് വന്നു. ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ അഭിനയമൊന്നും വലിയ വശമുള്ള ആളല്ല. ബിലാലിൻ്റെ 17ാമത്തെ വയസ്സ് മുതൽ എനിക്കറിയാവുന്നതാണ് ബിലാലിനെ. എൻ്റെ വർക്കായ പോലും അന്ന് ക്യാമറ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ പെയിൻ കില്ലർ എന്ന് പറഞ്ഞ വർക്കൊക്കെ ക്യാമറ ചെയ്തതൊക്കെ ബിലാലാണ്. അപ്പോൾ അന്ന് പോലുള്ള പരിചയമാണ് ബിലാലിന്. അപ്പോൾ വളരെ കഴിവുള്ള ഒരാൾ തന്നെയാണ് ബിലാലിൻ്റെ. ഇപ്പോൾ ഒരു ഷോട്ടായിക്കോട്ടെ, സീനായിക്കോട്ടെ, അത് നമ്മളെ കൊണ്ട് അത് മാക്സിമം ചെയ്യിപ്പിച്ച് എടുത്ത് നമ്മളെ എന്താ പറയുക, നീര് ഊറ്റിയെടുക്കുക എന്ന് പറയില്ല, ഒരു കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ കറക്റ്റ് നമ്മൾ അത് അതിലൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ശരിയല്ല, അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ്. കാര്യം നമ്മളതിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ മാക്സിമം ഇത് ചെയ്ത് ആ ക്യാരക്ടറെ ചെയ്യിപ്പിച്ചെടുത്ത് അത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാമെന്നുള്ള കഴിവുള്ള ഒരാളാണ് ബിലാൽ. അപ്പോൾ അങ്ങനെ ഇതാണ്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ആളുകളുണ്ട്. അസുവാണ്. ഇപ്പോൾ അസു ഈ പറഞ്ഞ പോലെ അസു ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അസു പറയും. എനിക്ക് പറയാനുള്ളത് തന്നെയാണ് സുരാജ് ഇവിടെ പറഞ്ഞത് അല്ലേ. എന്തോരം കഷ്ടപ്പെട്ട് അല്ലേ. പിന്നെ ഇതിലേക്ക് എത്തിപ്പെട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിലു ഇതേപോലെ വിളിച്ചില്ല. പിന്നെ സമയത്ത് അവിടെ ഇതാക്കി എന്നിട്ടാണ് ഇപ്പൊ ബദലാന്നാണ് ഇതിലേക്ക് റീൽസിലേക്ക് വന്ന്. റീൽസ് അങ്ങനെ ചെറിയ ഷോർട്ട് പക്ഷേ ചെറിയ ഷോർട്ട് ഫിലിം ആയെങ്കിലും
മെയിൻ കഥാപാത്രം ചെയ്യുന്ന ആളാണ്. അതാണ് അതിൻ്റെ ഒരു നിസ്സാരമൊന്നല്ല കാര്യം. അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യം. അതിൽ പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മളാണെങ്കിൽ ചെറിയ തോതിൽ ഓരോന്നൊക്കെ ചെയ്തെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് പോയിട്ടുണ്ട്. ഇതിപ്പോ ഒന്നറിയാൻ പാടില്ലാണ്ട് വന്ന് കപ്പ് മേടിച്ചിരിക്കുന്ന ആളാണ്. ത്രൂ ഔട്ട് ഇതിൽ ഞാനും ഈ പറഞ്ഞ പോലെ അസുഖമാണ് ത്രൂ ഔട്ട് ആദ്യം പോലെ അവസാനം വരെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഒരു വമ്പൻ സീനുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യില്ല. അത് കാര്യം ഞാൻ വരെ മടിച്ചു നിന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കഴിഞ്ഞാൽ ആ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നടക്കും. ഞാൻ ബിലാലിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ആരാള് ബിലാലല്ലേ, അത് നടക്കൂല, അത് ചെയ്തേ പറ്റുള്ളൂ. അസു ഈ പറഞ്ഞ പോലെ അസുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അസു ഓക്കെയാണ്. അസു പറഞ്ഞാൽ ആ കുഴപ്പമില്ല ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തു. അത് ഇനി ആ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു കാണാൻ പോകേണ്ടത്. ഇതിപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല അതിന് മുമ്പിൽ എന്താ സംഗതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ ആളുകൾ ഞാൻ സ്ക്രീനിൽ വരുമ്പോൾ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സസ്പെൻസ് ഇരിക്കുന്നത്. നമ്മൾ ഈ ബദ്ലയിലേക്ക് വരുമ്പോൾ അസുവിൻ്റെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറും അവൻ ചെയ്യണതും മൊത്തം ഒരു വേറൊരു ടൈപ്പുള്ള ക്യാരക്ടറാണ്. ഇതിൽ ഞാൻ ചോദിക്കണമല്ലോ, അസുവിന് ഇത് ഏറ്റവും ടഫായിട്ട് ചെയ്യാനായിട്ട് എന്താണ്? ആക്ടിങ് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റണ്ടാണോ, മറ്റുള്ള ഏത് സംഭവമാണ് ഇതിൽ നിനക്ക് ടഫായിട്ട് തോന്നിയത്? ആക്ടിങ് ഒന്നും സീനില്ല. എനിക്ക് ടഫായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായ ഈ ഡയലോഗ് അറിയില്ല, പണ്ടാറടക്കാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നത് ഡയലോഗിനേക്കാളും കൂടുതൽ നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത് നല്ല അങ്ങനെയുള്ള പച്ചക്ക് ഇടിയാണ്. ശരിയല്ലേ? അതുകൊണ്ട് ഇവർക്കറിയില്ല നമ്മൾ അവിടെ കിടന്ന് ഇടങ്ങേറായിരുന്നു. ഇതിലിപ്പോ ബിലാൽ ഇത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു റോൾ ഉണ്ട്, ചെയ്യാൻ പറ്റുമോ വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. വിളിക്കുന്ന സമയത്ത് എൻ്റെ വിചാരം ഇതിനു മുമ്പും ഇതേപോലെ 2-3 പിടിച്ചിട്ടും നമ്മൾ കുറച്ച് പേര് കണ്ട് ഒതുങ്ങി നിന്നൊരു ഷോർട്ട് ഫിലിമാണ് മണി പേഴ്സ്, റിവെഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതിരി പണിത്തിരക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒഴിവാണ് കേട്ടോ എന്നുള്ള രീതിയാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ അവൻ്റെ അടുത്ത് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്കും കൊള്ളാം. കാരണം ഒരുപാട് അതിൽ പ്രേക്ഷകർ കാണുമ്പോൾ എന്തൊക്കെയോ അതിലുണ്ട്, അവർക്ക് കാണാനായിട്ടുള്ളൊരു അത് കാണാനുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എടാ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. റിവെഞ്ചിന്റെ കാര്യം പറയുമ്പോൾ റിവെഞ്ച് അന്നത്തെ സമയത്ത് യൂട്യൂബൊക്കെ ഒന്ന് വരുന്ന സമയമുള്ളൂ. ആ സമയത്ത് തന്നെ നല്ലൊരു വീഴ്ച ഉണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ VFX ആയിക്കോട്ടെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, അന്ന് ബിലാൽ എന്ന ഗ്രാഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിലേക്ക് ആ വർക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോഴും യൂട്യൂബിലുണ്ട്, നല്ല വ്യൂവേഴ്സ് ഉണ്ട് അതിന്. അതിൽ റിവെഞ്ചിൽ ഞാനും ഈ പറഞ്ഞ ഞാനും ചെറിയ നമ്മുടെ ഫ്രണ്ട്സിന്റെ വർക്കിൽ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് നമ്മൾ ചോദിച്ചു മേടിക്കും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് പേടിയാണ്, കാര്യം അഭിനയം അത്ര വലിയ ഇതില്ല. അങ്ങനെയാണ് ഇങ്ങനെ ഇതിൽ വന്ന് പെടുന്നത്. പെട്ടുകഴിഞ്ഞപ്പോൾ കൊള്ളാം, എന്തായാലും അത്യാവശ്യം വിചാരിച്ചതിനേക്കാളും നല്ലൊരു ഇതിൽ നമുക്ക് നമ്മുടെ ഒരു ഇതനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നൊരു ഇതിൽ നിൽക്കുന്നു. ബാക്കി കാണുന്നവരാണ് പറയേണ്ടത്. ഷിയാവുക്കയുടെ ഈ ഇതെടുക്കുന്ന സമയത്ത് വിഷുവിന്റെ തലേദിവസമാണ് ഞാൻ വീട്ടിൽ പോയത്. 4 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് രാത്രി നീ ഉണ്ടായിരുന്നല്ലോ, ഞാൻ 4 മണിക്ക് പിറ്റേ ദിവസം വിഷു ആണ്, 4 മണിക്കാണ് ഞാൻ വീട്ടിൽ പോണത്. അതെ. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിലാൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു അരമണിക്കൂറത്തെ പ്രോഗ്രാം, ഒരു അരമണിക്കൂർ ഇക്കൊക്കെ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ച വേടാ എനിക്കിങ്ങനെ സമയമില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അരമണിക്കൂർ എന്ന് പറയുന്ന സാധനം എടുത്തത് കാര്യം ഇതിൽ 10 മിനിറ്റൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ വിളിച്ചിട്ട് 3 ദിവസം കൊണ്ട് അവൻ ഉദ്ദേശിച്ച സാധനം എടുക്കണവരെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാ സത്യം. ഈ 3 ദിവസം കൊണ്ടാണ് ഈ അരമണിക്കൂർ വിട്ടേക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് 3 ദിവസം 3 പ്രാവശ്യമായിട്ടാണ് എടുത്ത് തീർത്തത്. അവൻ ഉദ്ദേശിച്ച സാധനം എന്താണോ അതുവരെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അഭിനയിക്കുന്ന അവരുടെ കഥാപാത്രം എന്താണോ അത് മാത്രമാണ് അവർക്ക് അറിയാൻ പാടുള്ളൂ.
വേറെ പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചെയ്തേക്കുന്നത്, എന്താണ് അവൻ്റെ റോൾ എങ്ങനെയായിരുന്നു എന്നൊന്നും മനസ്സിലാക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല. കഥ മൊത്തം അങ്ങനെയോടൊരു നമുക്കെല്ലാവർക്കും മനസ്സിലായി പറഞ്ഞു തന്നെങ്കിലും ചെയ്തേക്കുന്ന കാര്യങ്ങൾ അവർക്ക് അവരവരുടെ രണ്ടുപേരുടെ ഗ്യാപ്പും നോക്കി അവരുടെ മാത്രം ഷൂട്ട് ചെയ്യുക. ശരിക്കും അവൻ നല്ലോണം അതിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്, നല്ലോണം അതിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ട്രെയിലർ ഇറക്കിയായിരുന്നു ബദലയുടെ. അപ്പോൾ അത് നമ്മൾ കിട്ടിയപ്പോൾ തന്നെ ഫേസ്ബുക്കിലും സ്റ്റാറ്റസൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ചേ, എടാ എമ്പുരാന് പോലും നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്നില്ല, ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്നില്ല, ഈ എമ്പുരാന് പോലും ഇത്ര വെയിറ്റ് ചെയ്ത് നിന്നില്ല, ഇതെന്തൊരു വെയിറ്റിംഗ് ആണ്, ഈ സാധനം ഇറങ്ങുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ചോദിക്കുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ബിരുവിൻ്റെ അടുത്തേക്കുമ്പോൾ BGM അടുത്തേക്കാണ് നമ്മൾ ശരിക്കും ഇത് നല്ല ടൈം എടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഒരു വർഷം കഴിഞ്ഞു നമ്മൾ നല്ല ടൈം എടുത്ത് ചെയ്തേക്കുന്നത് കൊണ്ട് നമുക്ക് തന്നെ ഒരു എന്തെങ്കിലും ഇത് ഇതിലുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇനി ബാക്കി വരുമ്പോൾ പ്രേക്ഷകർ കണ്ട് സ്ക്രീനിൽ വരുമ്പോഴാണ് അതെ കാണുന്നവരാണ് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയേണ്ടത്. നമ്മൾ വലിയ വലിയ കലാകാരന്മാർ അങ്ങനെ ഒന്നല്ല, ഞങ്ങളാരും അല്ല എങ്കിൽ പോലും നല്ലതാണെങ്കിൽ നല്ലൊരു അഭിപ്രായം തരിക, അത്രേ ഉള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ. ഇല്ല, ഇതിലിപ്പോൾ വേറൊരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസ്ലമിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ അസ്ലമിനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതാണ് അതിൽ വേറൊരു ഇതാ അതങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് അസ്ലമിനെ നമ്മളിതിൽ കാണുന്നത് അതെ. ഞാനപ്പോൾ അസ്ലം എന്താണെന്ന് വെച്ചാൽ അസ്ലമിൻ്റെ അഭിപ്രായം പറയട്ടെ. ഇതിൽ ശരിക്കും എന്നെ ബിലാൽ വിളിക്കുന്നത് USA എന്ന് പറയുക ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയാണ്. അത് നടന്നില്ല. അത് കഴിഞ്ഞ് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് അതന്ന് നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഒരു ക്ലൈമാക്സ് പോർഷനിൽ ഒരു സാധനം വന്നുണ്ട്, അതിൽ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിലും ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് വിളിച്ചത്. അങ്ങനെ ചെയ്തു വെച്ചു, ബാക്കി നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അസ്ലമിൻ്റെ റോള് പറഞ്ഞിരുന്നത് വേറൊരു പയ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിരുന്നു. അപ്പോൾ ബിലാൽ എല്ലാ സംഭവം അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഈ നിൻ്റെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ അതിന് ഭാഗ്യം ഉണ്ടായത് നിനക്കാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത് ഗ്രൂപ്പിലെ ഒരു മെയിൻ ആള് എന്നുള്ള രീതിയിലാണ്, അതായത് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളിൽ ഒരു നേതാവ് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അന്നെന്തോ ആൾക്കാർ വന്നില്ല, ഞാൻ അത് ഗ്രൂപ്പായത് ഒറ്റക്കായി ഞാൻ. അപ്പോൾ ഞാനത് ഒറ്റ ഇതിൽ ഞാൻ ചെയ്ത് അതെനിക്ക് കിട്ടി. പിന്നെ ഷിഹാബ് ഖാനെ ഞാൻ കണ്ടിട്ടില്ല, ഷോർട്ട് ഫിലിം ത്രൂ ഔട്ട് കണ്ടിട്ടില്ല. പൊതുവെ ഞാൻ എന്നെ ആരങ്ങനെ കാണിക്കാറില്ല. പിന്നെ ഈ വർക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റ് 3 മറ്റേ ഓസ്മോ പോക്കറ്റ് 3 എന്ന് പറഞ്ഞ ചെറിയൊരു ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ഈ ബദ്ല എന്ന് പറഞ്ഞ സംഭവം ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സെയിം ക്യാമറ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 4K തന്നെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഞാൻ ഡൗട്ട് കണ്ടതിൽ വെച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 100% നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഔട്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നന്ദി പറയാനുള്ളത് ബാബ മീഡിയയോടാണ്. അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞുള്ള ആ വലിയ മനുഷ്യൻ നമുക്ക് ആ ക്യാമറ നമുക്ക് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കുള്ള സമയത്ത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പുള്ളിക്ക് എന്തെങ്കിലും വർക്കുള്ള സമയങ്ങളായപ്പോലും പുള്ളി നമുക്ക് ക്യാമറ തന്ന് സഹായിച്ചൊരു വ്യക്തിയാണ്. കാര്യം പുള്ളി ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പിന്നെ പുള്ളി തന്നെയാണ് ഇതിൽ ഹെലിക്യാം ചെയ്തേക്കണത്. ഹെലിക്യാം ചെയ്തേക്കണമെന്ന് പറഞ്ഞത് രാത്രി ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ അതിൻ്റെ ആ ഒരു ഫെസ്റ്റിവൽ സംഭവം കാണിക്കുന്നില്ലേ, ജയൻറ്റുവിലും മറ്റേ ഇതൊക്കെ, അതൊരു പ്രധാനപ്പെട്ടൊരു ഫെസ്റ്റിവലാണത്. ആ ലൈവ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവം ഷൂട്ട് ചെയ്യുന്നത്. അത് എവിടെയൊന്നും പറയാനില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടവർക്ക് തന്നെ മനസ്സിലാവും എവിടെയാണ് ആ വലിയ ഫെസ്റ്റിവൽ നടക്കുന്നത്.
അപ്പോൾ ആ വലിയ ഫെസ്റ്റിവലിൻ്റെ സമയത്താണ് നമ്മളിതിൽ ഈ സംഭവം ഹെലിക്യാമ ചെയ്യണതും നമ്മൾ ഈ ഓസ്മോ എന്ന് പറഞ്ഞ ക്യാമറ വെച്ചിട്ട് മറ്റുള്ള ആ ഫെസ്റ്റിവൽ മൊത്തം നമ്മൾ കവർ ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ പരിമിതി, നമ്മൾ വലിയൊരു ക്യാമറ ഒന്നും വെച്ച് ചെയ്യാനുള്ള ബഡ്ജറ്റുകൾ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ വർക്കിംഗ് ടൈമും അഡ്ജസ്റ്റ്മെൻ്റൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഓഫ് എടുത്തിട്ട് വന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷിയാബക്കാട പോർഷൻസിലേക്ക് വന്നപ്പോൾ അന്ന് രാത്രി ഷിയാബക്കാട് ഇപ്പം ഞാൻ ഉണ്ടായിരുന്നു 3 മണിക്കൂർ 30 മണിക്കൂറിലേക്ക് നീണ്ടതൊക്കെ നമുക്കറിയാം. അന്ന് രാത്രി നൈറ്റിൽ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം ആൾസഞ്ചാരമുള്ള ഒരു സ്ഥലമായിരുന്നല്ലോ. ആളുകൾ എല്ലാം പോയി കഴിഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി കെട്ട് ഓടിച്ചിങ്ങനെ എടുക്കുന്ന സീനായതുകൊണ്ട് ആളുകൾ ഇപ്പോൾ കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പാതിരാത്രി ആയത് നമ്മളും അറിഞ്ഞിട്ടില്ല. 11 മണിയായി, പാതിരാത്രി ആയത് നമ്മളും അറിഞ്ഞില്ല. അവിടെയൊക്കെ വെട്ടം വെളിച്ചോ കണ്ടു കഴിഞ്ഞാൽ പോലീസ് വന്നിട്ടും ചോദിച്ചാൽ എന്താണ് ഇവിടെ പരിപാടി, വല്ല പെണ്ണുങ്ങൾ എന്തെങ്കിലും ഉണ്ടോടാ അതൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥ. ഇല്ല സാറേ, നമ്മളൊരു ലഹരീനെ കുറിച്ചിട്ട് നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലടാ. അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ചെയ്തേക്കണ വെച്ച് നോക്കുമ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റ് എങ്ങടെ പോയൊന്നും കൂടി ഒരു പിടുത്തൂല. വലിക്കും അത് വലിയില്ല, ഞാൻ നിർത്തിയത്, വലിച്ചോണ്ടിരുന്നായിരുന്നു, ഞാൻ നിർത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം അത് ഇടയ്ക്ക് ട്രോളിയും വലിക്കും. അപ്പോൾ അത് കത്തിക്കും. ഇത് ഈ പറഞ്ഞ പോലെ ആളുകൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, സാധനം കത്തിത്തീരും. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇതന്നെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അതാണ് അതിൻ്റെ ഇത്. നമ്മളിപ്പോൾ അടുത്തത് പുതിയതെടുത്ത് കത്തിക്കാൻ പറ്റില്ല, കാരണം അത്രത്തോളം കത്തിച്ച് നിർത്തിയേക്കുന്നത് വെച്ചിട്ടുണ്ട്. ബാക്കി അങ്ങനെ അയ്യോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബിലാൽ ശരിക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ഞാൻ പിന്നെ വേറെ കേസ് ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയി. കാര്യം നമ്മുടെ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ, ഒരു തിയേറ്ററിൽ പ്രിവ്യൂ ഷോ നമുക്ക് ചെയ്തു തരാമെന്ന്, നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് നമ്മുടെ ബാബ മീഡിയയിലെ അഹമ്മദ്ക്ക നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ അറിയാലോ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഏറ്റവും കൂടുതൽ ബാബ മീഡിയയിലെ അഹമ്മദ്ക്കാടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. കാര്യം അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു, നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമുക്കിതൊന്ന് ചെയ്യണോ. കാര്യം ഒരു യൂട്യൂബിലിട്ട് അതൊരു നമ്മൾ പോലും അറിയില്ലാത്ത ആളുകളായിരിക്കും കാണുന്നത്. നമ്മളെ അറിയുന്ന നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ അത്യാവശ്യം ഇതായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ട് നമുക്കൊരു പ്രിവ്യൂ ഷോ ചെയ്യാമെന്നുള്ള ഒരു, ഞാൻ ബിലാലായിട്ട് അല്ലെങ്കിൽ നമ്മൾ അന്ന് സംസാരിച്ച സമയത്ത് ബിലാൽ പുള്ളി നമ്മുടെ ഒപ്പം എല്ലാ ത്രൂ ഔട്ടും നമ്മുടെ ഒപ്പം ഉണ്ടായ ആളാണ്. അപ്പോൾ അഹമ്മദൊക്കെ പറഞ്ഞ് അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്ത് തരാം, അങ്ങനെ വലിയ ഫണ്ട് കാര്യങ്ങളൊന്നും മേടിക്കാതെ നമുക്കത് ചെയ്തു തരാമെന്ന് അഹമ്മദൊക്കെ നമ്മുടെ ബാബ മീഡിയയിൽ പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അസ്ലമിന് ശരിക്കും ഇതിൽ ടഫായിട്ട് തോന്നിയ എന്താണ് സംഭവം? എനിക്ക് അങ്ങനെ ടഫായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അല്ല, അസ്ലം ഇതിൽ ടഫായിട്ട് തോന്നാനായിട്ട് അസ്ലം ഇതിൽ അഭിനയിക്കല്ല, ജീവിക്കായിരുന്നു. ഞാനാകെ ഇപ്പോൾ 36 മിനിറ്റ് ഉണ്ട് എന്നാ പറയണത് കട്ട് ചെയ്ത് വന്നപ്പോൾ. അതിൽ ജസ്റ്റ് 6 മിനിറ്റ്, ലാസ്റ്റ് 6 മിനിറ്റ് ഉണ്ട്. ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജേക്കബ് ഡെന്നിയാണ് ഇതിൽ BGM ചെയ്തതാണ്. നല്ല കിടിലൻ സാധനമാണ്. കാര്യം ഇതിലിപ്പോൾ ഇതിൻ്റെ ഔട്ട് കണ്ടേക്കുന്നത് ഞാനും ഒരു മാത്രമാണ് കണ്ടേക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇതിൽ കണ്ടിട്ടില്ല. കാര്യം അത് വേറെ ഒന്നും കൊണ്ടല്ല കാണിക്കാത്തത്. കാര്യം ഇതിൽ ഞങ്ങൾ ത്രൂ ഔട്ട് ഇതിലിപ്പോൾ ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കാണിച്ചത്. എന്നെ ഇങ്ങോട്ട് വന്യ ലെവലിലെന്ന് പറഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞ പോലെ എനിക്കത് സംഭവം അങ്ങനെ എല്ലാവരും ഒപ്പം ഇരുന്ന് കാണാമെന്നുള്ള ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. തിയേറ്റർ വാച്ചാണോ മസ്റ്റായിട്ട്. അതല്ല നമ്മൾ പ്രിവ്യൂ തിയേറ്ററിൽ തന്നെ ചെയ്യാമെന്ന് നമ്മൾ ഉദ്ദേശിച്ചേക്കണത്. കാര്യം അത്ര വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ആണ് നമുക്കതിൻ്റെ മെയിനായിട്ടുള്ള പ്യൂറായിട്ടുള്ള ഔട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ചെയ്തേക്കണത് ബിലാൽ തന്നെയാണ്. ഇത് നമ്മൾ ഹോം തിയേറ്ററിൽ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൽ അഭിനയിച്ചേക്കാൻ 8ഓളം കഥാപാത്രങ്ങളുണ്ട്. എല്ലാവർക്കും തിരക്കായ കാരണമാണ് എല്ലാവരും എത്താത്തത്. ഇപ്പോൾ 4 പേരുണ്ട്. ഇതിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തേക്കണത് ബിലാൽ മീഡിയയാണ്, അസോസിയേറ്റ് ചെയ്തേക്കണത് റൈസിംഗ് സ്റ്റാർസ്. പിന്നെ ഇതിപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഭയങ്കര സിനിമാറ്റിക് മോഡാണുള്ള, വലിയ പടമുള്ള എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അത് ടെക്നിക്കലി ഭയങ്കര ഗുഡായിട്ടാണ് എനിക്ക് തോന്നണത്.
ഞാനിപ്പോൾ എൻ്റെ ഭാഗങ്ങൾ കുറച്ച് കണ്ടായിരുന്നു, അതിൽ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പിന്നെ അതേ സുരാജാണ്, അസുഖം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും ഫുൾ പടം കണ്ടിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മളിത് സംഭവം റിലീസ് ചെയ്യും. കാര്യം അതിന് മുമ്പ് തന്നെ നമ്മളിതൊരു ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രിവ്യൂ ഷോ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഇൻഡസ്ട്രിയിലുള്ള വേണ്ടപ്പെട്ട ആളുകളൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു പ്രിവ്യൂ ഷോ പോലെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് മറ്റുള്ള സോഷ്യൽ മീഡിയയിലേക്ക് നമ്മളിത് സംഭവം സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബദ്ല എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് നമുക്കിവിടെ പറയാനുള്ളത്. ഇപ്പോൾ എല്ലാവരും ആഗ്രഹം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് വേണ്ടത്ര പ്രോത്സാഹനം തരിക എന്നുള്ളൊരു ഒറ്റ എന്താ പറയുക ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.